ഹലോ, ഗുഡ് മോർണിംഗ്. ആനി ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സൺഡേ ആണ്. ഇപ്പോൾ സമയം ഉദ്ദേശം 4:23 ആയിട്ടുണ്ട്. ഇത്രയും വെളുപ്പാകാലത്തെ ഞാൻ സൺഡേ ഉറക്കം ഒഴിക്കുമെങ്കിൽ നിങ്ങൾക്കറിയാം എവിടെയെങ്കിലുമൊക്കെയുള്ള യാത്രയായിരിക്കുമെന്ന്. ഇന്നും ഒരു യാത്രയുണ്ട്, അമ്പലത്തിലോട്ടല്ല, പക്ഷേ അമ്പലവുമായി ബന്ധപ്പെട്ടൊരു സ്ഥലത്തേക്കാണ്. ഇപ്പോൾ ഇത്രയും നേരത്തെ എഴുതിച്ചത് ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ വെള്ളായണി ക്ഷേത്രത്തിൽ നിറപറ നടക്കുകയാണ്. അപ്പോൾ ദേവിയുടെ എഴുന്നള്ളത്ത് ഇന്ന് രാവിലെ മാമൻ്റെ വീട്ടിൽ, ഏട്ടൻ്റെ മാമൻ്റെ വീട്ടിൽ നടക്കുകയാണ്. അപ്പോൾ അങ്ങോട്ട് പോകാനാണ് രാവിലെ ഉറക്കം ഒഴിച്ചത്. അപ്പോൾ ഇനിയിപ്പോൾ കുളിച്ചിട്ട് അങ്ങോട്ടേക്ക് പോകണം. അപ്പോൾ ഇന്നത്തെ ബാക്കി വിശേഷങ്ങൾ പോകെ കാണാം. ഫൈനലി നമ്മൾ വെളുപ്പിനെയുള്ള കുളി എന്നുള്ള വലിയ കടമ്പ സക്സസ്ഫുള്ളി കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. ഇനി അടുത്ത് നമുക്ക് പോകാനായിട്ട് ഇറങ്ങണം. വെളുപ്പിനെ ആയതുകൊണ്ട് ഞാൻ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നില്ല, അല്ലെങ്കിൽ നോർമലി സൺസ്ക്രീനും കൂടി ഇടാറുണ്ട്. ഈ വെളുപ്പിനെ പോകുന്നിടത്ത് സൺസ്ക്രീനിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നില്ല, അതുകൊണ്ട് സൺസ്ക്രീൻ എടുക്കുന്നില്ല, പൗഡർ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, കാണാൻ കൊള്ളാം. ഐലൈനറും ലിപ് ബാമും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി ഇതാണ് സെൻറ്റർ ഓഫ് അട്രാക്ഷൻ. ഇവിടെ വെച്ചാൽ ഓക്കെ, സെറ്റായി. നമ്മൾ ഒരു കംപ്ലീറ്റ് ആയിരിക്കണം ഗൈസ്. ഇനി നമുക്ക് ഇറങ്ങാം. തലയും കൂടെ കെട്ടാവുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ ഈ കോലത്തിൽ ഇറങ്ങും. തലയും കൂടെ കെട്ടാറുണ്ട്. ഓക്കെ ഓക്കെ, ഫുൾ സെറ്റായി. യെസ് ഗൈസ്, അപ്പോൾ ഞങ്ങൾ എല്ലാവരും പോകാനായിട്ട് സെറ്റായിട്ടുണ്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഉദ്ദേശം ഒരു 5 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം പോകുന്ന വഴിക്കുള്ള വീടുകളിൽ കുറേയൊന്നും എഴിച്ചിട്ടില്ലായിരുന്നു. രാവിലെ നേരം വെളുത്തല്ലേ ഉള്ളൂ, സൺഡേ ഒക്കെ അല്ലേ, അപ്പം മിക്കവാറും വീട്ടിലൊന്നും ലൈറ്റുകളൊന്നും ഇല്ലായിരുന്നു. പിന്നെ അങ്ങോട്ട് ഈ ദേവി പോകുന്ന ആ ദിക്കിലേക്ക് എത്തിയപ്പോഴത്തേക്കും പിന്നെ അവിടെയൊക്കെ ലൈറ്റ് കണ്ടു തുടങ്ങി. കാരണം ദേവി ഇന്ന് ആ ദിക്കിലായിരിക്കുമല്ലോ. ഈ കാണുന്നതാണ് മാമൻ്റെ വീട്. അവിടെ ദേവിക്കിരിക്കാനുള്ള പുരയെല്ലാം കെട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പുരയൊക്കെ ഓൾറെഡി നേരത്തെ കെട്ടി വയ്ക്കും കേട്ടോ. പുരയും കെട്ടി അവിടെ കൊലയൊക്കെ, പഴക്കൊലയൊക്കെ കെട്ടി അങ്ങനെയാണ് ദേവി ഇരുത്തുന്നത്, ആ പുരയിലാണ് ഇരുത്തുന്നത്. അപ്പം അതൊക്കെ ഓൾറെഡി നേരത്തെ സെറ്റാക്കി വയ്ക്കും. പിന്നെ അവിടെ എത്തി ഞങ്ങളെത്തി കുറച്ചുകൂടെ കഴിഞ്ഞിട്ട്. ഇത് എൻ്റെ നാത്തൂമാർ, ഓൾറെഡി എല്ലാവർക്കും അറിയാം, എൻ്റെ വീഡിയോസിൽ കണ്ടിട്ടുണ്ട് ഇവരെ. അവരിലെത്തി. ഇത് 2 അമ്മമാർ, എൻ്റെ അമ്മയും ഏട്ടൻ്റെ അമ്മയും, 2 അമ്മമാർ. അപ്പം ഞങ്ങളെത്തിയപ്പം ഞങ്ങളാണ് ഫസ്റ്റ് അവിടെ അറ്റൻഡൻസ് ഒപ്പിട്ടത്. ബാക്കി എല്ലാവരും പിറകെ എത്തിയിട്ടുള്ളത്. ഇത് ഞങ്ങൾ അവിടുത്തെ ഒരു കസിൻ സെറ്റാണ്, ഗ്രൂപ്പാണ്. അതിലേറ്റവും ഇളമുറക്കാരിയാണ് വരുന്നത്. അതായത് മൂത്ത മാമൻ്റെ മകളുടെ കുഞ്ഞ്. ഇവളെ ഏറ്റവും ലേറ്റസ്റ്റ് ജനറേഷൻ ഇപ്പോഴത്തേൽ. ബാക്കി എല്ലാവരും കുറച്ചുകൂടെ മുതിർന്നതാണ്. ഇവളാണ് ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ്. അപ്പോൾ അവളെ കണ്ടപ്പോഴത്തേക്കും പിന്നെ നമ്മൾ ആരോ പറയും പോലെ നമുക്കിങ്ങനെ കാണുമ്പോൾ വിരുവിരിപ്പാണല്ലോ എടുക്കാനൊക്കെ. അവൾ നല്ലൊരു ഡാൻസറൊക്കെയാണ് കേട്ടോ, ഇത്ര കുഞ്ഞിലെ. അവളങ്ങനെ അവിടെ നിന്ന് ഡാൻസൊക്കെ കളിച്ച് നമ്മളെ ടൈമൊക്കെ നല്ല എൻ്റർടൈൻ ചെയ്യിച്ചുകൊണ്ടൊക്കെ ഇരുന്നത്. 1 മിനിറ്റ് അവൾ ചുമ്മാ ഇരിക്കാതെ ഇങ്ങനെ നമ്മളുടെ അടുത്തൊക്കെ നല്ലതായിട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാം കൂടെ അവിടെ വെയിറ്റ് ചെയ്യുക. അതാ നേരെ പിറകെ കാണുന്ന കേട്ടോ പുര ദേവിക്ക് വേണ്ടിയിട്ട് കെട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിനകത്തേക്ക് ആരും കയറത്തില്ല, അവർ ചാണകമൊക്കെ മെഴുകി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനകത്തേക്ക് ഇനി ദേവി കൊണ്ടുവരുമ്പോഴേ കയറത്തുള്ളൂ, വേറെ ആരും അങ്ങോട്ട് കയറത്തില്ല. അപ്പോൾ ഞങ്ങളൊക്കെ അവിടെ ഫ്രണ്ടിൽ ദേവിയെ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. അപ്പോൾ നമുക്ക് കേൾക്കാം, ഓരോ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും പടക്ക് പൊട്ടിക്കുന്ന സൗണ്ടും ഒക്കെ നമുക്ക് കേൾക്കാം അവിടെ ഇരുന്ന്. അപ്പം ഓൾമോസ്റ്റ് നമ്മളെ വീട്ടിനടുത്തേക്ക് എത്താറായി എന്നുള്ള ഒരു ഇത് കിട്ടിയപ്പോൾ തൊട്ട് ഞങ്ങളെല്ലാവരും പുറത്തിറങ്ങി വന്ന് ഇരിക്കുകയാണ്. കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഇത് അവിടെ ദേവിക്ക് ഇത് വേണ്ടിയിട്ട് പടുക്ക ഒരുക്കാനൊക്കെ വേണ്ടിയിട്ട് സെറ്റാക്കുന്നതാണ്. അതിൽ നിന്ന് അവരെ കൂടെ വരുന്ന ആളുകളാണ് വരുന്നത്, നമ്മളുടെ ആളല്ല, അവരുടെ ദേവിയുടെ കൂടെ വരുന്ന ആളുകളിലാണ് കയറുന്നത്. വാത്തിമാരിൽ ഉള്ളവരും ഒക്കെ കയറുന്നത്. അവരാദ്യം ദേവി മുന്നത്തെ വീട് എത്തുമ്പോൾ തന്നെ ഇവിടെ വന്ന് ഇവിടെ സെറ്റാക്കും എല്ലാം. ഞാനിവിടെ ഫുള്ളായിട്ട് എടുത്തിട്ടില്ല വീഡിയോസ്, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ എടുത്തിട്ടില്ല. ജസ്റ്റ് എന്താണ് സംഭവം എന്നുള്ളൊരു വീഡിയോ മാത്രമേ ഞാനിപ്പോൾ ഇതിലെടുത്തിട്ടുള്ളൂ. ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ എന്തായാലും നെക്സ്റ്റ് പോസ്റ്റ് ചെയ്യും, എന്താണ് അവിടുത്തെ ചടങ്ങുകളെന്നും എന്താണ് കാര്യങ്ങളെന്നൊക്കെ. ഇതിപ്പോൾ എന്താണ് ഒരു ഓവറോൾ എങ്ങനെയാണ് ദേവിക്ക് നമ്മുടെ ആ ദേവി ഇരിക്കുന്ന ഓലപ്പുര ഇരിക്കുന്നതെന്നും അവിടെ എന്തൊക്കെയാണ് ചടങ്ങുകൾ, ഒരു ഓവറോൾ വ്യൂ എന്താണെന്നുള്ളത് മാത്രമേ ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ.
അപ്പോൾ ഇതാ ദേവിയെ കൊണ്ടുവരികയാണ്. ദേവിയെ കൊണ്ടുവരുമ്പോൾ മേലങ്കി ഇട്ട് മൂടിയാണ് കൊണ്ടുവരാറ് ആ മുടിയെ. കാരണം ഇങ്ങനെ പൊതു സ്ഥലത്തൂടെയല്ലേ കൊണ്ടുവരുന്നത്, അപ്പം മറ്റതൊന്നും ഏക്കാതിരിക്കാൻ അങ്കി ഇട്ട് മൂടിയാണ് കൊണ്ടുവരാറ്. കൊണ്ടുവന്ന ഈ ദേവിക്ക് വേണ്ടി നമ്മൾ പ്രത്യേകം കെട്ടി വെച്ചിരിക്കുന്ന പുരയ്ക്കകത്ത് കയറിയിട്ട് മാത്രമേ ഈ അങ്കി മാറ്റത്തുള്ളൂ കേട്ടോ. അതുവരേക്കും ഈ അങ്കി ഇട്ട് മൂടിയാണ്. ഞാൻ ഈ വോയിസ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ വോയിസ് കട്ട് ചെയ്യാൻ കാരണം ഇത് ദേവിയുടെ മുടി കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ ഈ പടക്കുകളൊക്കെ വയ്ക്കും. അപ്പോൾ അതിൻ്റെ സൗണ്ടും ഒക്കെ ആയിട്ട് ഭയങ്കര സൗണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പോർഷൻ്റെ മാത്രം വോയിസ് ക്ലിപ്പ് അങ്ങ് കട്ട് ചെയ്ത് മാറ്റിയത്. കാരണം നമുക്ക് അത്രയും സൗണ്ട് ഇതിൽ കയറുമ്പോൾ ഞാൻ ഈ കൊടുക്കുന്ന വോയിസ് ഓവറിൽ ക്ലിയറായിട്ട് കേൾക്കണം എന്നില്ല. അപ്പോൾ ഇവിടെയും ഞാൻ എല്ലാ ചടങ്ങുകളും എടുത്തിട്ടില്ല. ജസ്റ്റ് മെയിനായിട്ടുള്ള എന്തൊക്കെയാണ് ദേവിയെ കൊണ്ടുവന്ന് ഹാരം അണിയിക്കുന്നതും പിന്നെ പുഷ്പാഭിഷേകം കൊടുക്കുന്നതും പിന്നെ ദേവിക്ക് ദീപാരാധന കൊടുക്കുന്നതുമായിട്ടുള്ള പ്രധാനപ്പെട്ട ചടങ്ങുകൾ മാത്രമേ ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ ഷൂട്ട് ചെയ്തെടുത്തിട്ടുള്ളൂ. ഫുള്ള് ഷൂട്ട് ചെയ്തായിരുന്നു, പക്ഷേ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അങ്ങനത്തെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. കാരണം ഒരുപാട് ലോങ് ആക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഡീറ്റെയിൽഡായിട്ട് എന്താണ് എങ്ങനെയാണ് ആ ചടങ്ങുകളെന്നുള്ളത് ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ എന്തായാലും കാണിക്കും. അപ്പം നമ്മളവിടെ നിന്ന് തൊഴുവാണ്. നമുക്കെന്തോ ഒരു പ്രത്യേക ഒരു പോസിറ്റീവ് വൈബ് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, നമ്മൾ പ്രതീക്ഷിക്കുന്ന ആഗ്രഹിക്കുന്ന ഒരു കാഴ്ച കാണുമ്പോൾ ആ ഒരു വൈബ്, ആ ഒരു ഫീലിലൊക്കെയാണ് ഞങ്ങളവിടെ നിൽക്കുന്നവരെല്ലാം. ഫീലിംഗ് ബ്ലെസ്ഡ് എന്നുള്ളൊരു ഫീലൊക്കെ ഞങ്ങളവിടെ നിൽക്കുന്നവരെല്ലാം നിൽക്കുകയാണ്. പിന്നെ ഇവിടുത്തെ പൂജയെല്ലാം കഴിഞ്ഞിട്ട് ദേവിയുടെ മുടി തിരിച്ചെടുത്ത് അടുത്ത വീട്ടിലേക്ക് കൊണ്ടുപോവാണ്. അപ്പം ഇവിടെ ഉള്ള കുറച്ച് ആളുകൾ കൂടെ ദേവിയുടെ കൂടെ പോവും. അടുത്ത വീട് വരെ പോയി അവിടെ ദേവിയെ കൊണ്ടുവന്ന് ആക്കിയിട്ടാണ് ഇങ്ങോട്ട് ഞങ്ങൾ തിരിച്ചു വരാറ്. അങ്ങോട്ട് പോകുന്നതാണ് ഈ കാണുന്നത്. ഇവിടെ ഉള്ളവരും കൂടെ അടുത്ത വീട് വരെ, അതായത് എല്ലാ വീടുകളും അങ്ങനെയാണ്. കഴിഞ്ഞ വീട്ടിലുള്ളവർ നമ്മളെ വീട് വരെ വരും. അങ്ങനെയാണ് ദേവിയെ കൊണ്ടുപോയി ആക്കാറ്. അങ്ങനെ വളരെ ഗംഭീരമായിട്ട് ഒരു തടസ്സവും ഇല്ലാണ്ട് ആ ചടങ്ങുകളൊക്കെ നടന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പ്രസാദമൊക്കെ വാങ്ങിച്ച് ഒരു 8-8:30 ആയപ്പോൾ അതൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചിങ്ങ് പോന്നു. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്